ഗുഡ് മോർണിംഗ്. രാവിലെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുഞ്ഞിനെയും ബീക്കുനെയും കൊണ്ട് അങ്കമാലിക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും സാധനങ്ങളെല്ലാം വാങ്ങിയായിരുന്നല്ലോ. ഇനിയിപ്പം മൺഡേ സ്കൂൾ വർക്കാണ്. അപ്പോൾ അതിന് മുന്നുള്ള ഓട്ടം പാച്ചിലാണ് കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വലിയ ആഷ് പുഷ് സാധനങ്ങളൊന്നുമില്ല. അവരെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട എന്നാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കൊക്കിന് ഒതുങ്ങുന്ന രീതിയിലുള്ള കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരും ഒന്ന് ഹാപ്പി ആവും. കാരണം ഇത്ര നാൾ ഞാൻ അവരെ കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. അവർ കുറച്ചും കൂടെ ചെറുതായിരുന്നല്ലോ. അപ്പം മാളുമായിട്ടായിരുന്നു പോവാറ്. അപ്പം മാള് 10th കൊണ്ട് അവൾ എക്സാമാണ്, ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം അവരെ കൊണ്ടുപോകുന്നില്ല. മാളുവിനെ മാറ്റിയിട്ട് ഇവർ രണ്ടുപേരെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്കമാലിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹറിബറി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് നമുക്ക് പോവാം. അധികം സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. അങ്ങനെ ഞങ്ങൾ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്കമാലി SM എത്തി കേട്ടോ. എല്ലാ വർഷവും തന്നെ അവിടെ നിന്നാണ് വാങ്ങിക്കണേ. നേരത്തെ സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ തരുമായിരുന്നു, പക്ഷേങ്കിൽ അത് എപ്പോഴും ബാലൻസ് വരും നമുക്ക്. അപ്പോൾ അത് കാരണം ആവശ്യമുള്ളത് പുറമേ നിന്ന് വാങ്ങിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ SM നിന്ന് ആവശ്യമായിട്ടുള്ള ബുക്ക്, പേന, പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതും ഇതൊക്കെ കുറേ സാധനങ്ങൾ കണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെയുള്ള പറച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെയും കൊണ്ട് പുറത്ത് പോകുന്നതിന് എനിക്ക് ഭയങ്കര സമാധാനമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ ഇത് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് മിക്കവാറും ആവാറുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ നിർബന്ധ ബുദ്ധികളൊന്നുമില്ല. അതെല്ലാം നല്ലത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ആയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ. അധികമൊന്നും ഞാൻ വാങ്ങിയില്ല, കാരണം മാളുവിന് ബുക്സ് വാങ്ങിക്കാൻ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, ഇവർക്ക് ഈ കുട്ടികളുടെ ബർത്ത്ഡേ കാര്യങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ പറ്റിയ ഒരുപാട് സെറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ക്രയോൺസ്, പെൻസിൽസ്, എറൈസേഴ്സ് അങ്ങനെയുള്ള സെറ്റ്, ബോക്സോട് കൂടിയിട്ടുള്ള സെറ്റുകൾ. അപ്പോൾ എല്ലാം ഒരേ കളറിലൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതവർക്ക് ഈ ബർത്ത്ഡേ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ക്ലേ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം വന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ അവരത് ഒരിക്കലും അത് പ്രകടിപ്പിച്ചില്ല. പക്ഷെ ഞാൻ ചോദിച്ചു ക്ലേ വേണോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ വില ചോദിച്ചു കേട്ടോ. ഇതിന് 110 രൂപയാണ് വില. ഞാൻ വില പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ രണ്ടുപേരും കൂടെ പറയുകയാണ്, അപ്പോൾ 10 രൂപയുടെ ക്ലേ വല്ലോ ഉണ്ടാവുമോ വാങ്ങിക്കാനായിട്ട്? വേണം താനും എന്ന വില കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും. അപ്പോൾ എന്തായാലും ഞാനത് അവർക്ക് വാങ്ങിക്കൊടുത്തു. ഇപ്രാവശ്യം തുടങ്ങി പേന കൊണ്ട് എഴുതാൻ കേട്ടോ. അപ്പോൾ കുറച്ച് പെൻസും അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് സിറ്റിയിലേക്കാണ്. അവിടെ നിന്നാണ് ബാഗ്, വാട്ടർ ബോട്ടിൽ, പൗച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത്. ഇപ്രാവശ്യം ഒരുപാട് അഫോർഡബിൾ റേറ്റിനുള്ള ഒരുപാട് ബാഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ കളർ നോക്കി നടക്കുകയാണ്, പിങ്ക് കളറൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മുഷിയും. പിന്നെ ഇങ്ങനെ ഈ മുകൾ ഭാഗത്ത് ഭയങ്കര തിക്കായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഈ ബാർബിയുടെ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒടിഞ്ഞു പോകാനായിട്ടുള്ള ഭയങ്കര ചാൻസ് കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവസാനം ഞങ്ങൾ ദൈത്യയിൽ കയറി പിടിച്ചു. ഇതാകുമ്പോൾ മുഷിയേയില്ല, നല്ല കട്ടി ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അത് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. പിന്നെ പൗച്ച് കാര്യങ്ങൾ ഒക്കെ വാങ്ങാനായിട്ട് അതിലിതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇന്ന് ഞാൻ ഈ പ്രാവശ്യം വാങ്ങി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പ്രാവശ്യം നമ്മൾ വാട്ടർ ബോട്ടിൽ എന്തായാലും സ്റ്റീലിൻ്റെ തന്നെയാണ് എടുത്തത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം വെറുതെ വേസ്റ്റാക്കി കളയുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഡംപ് ചെയ്യാനായിട്ട് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തു. ചെരുപ്പ് എന്തായാലും ഇപ്രാവശ്യം നേരത്തെ വാങ്ങി വെച്ചിരുന്നത് കൊണ്ട് ഈ ഒരു പോക്കിന് നമ്മൾ വാങ്ങിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അങ്കമാലിക്ക് പോകുന്നത് കാരണം ഓരോന്നായിട്ട് വാങ്ങി വെക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ നമ്മൾ വാങ്ങിയില്ല. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങി ബില്ലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ലഞ്ച് ബാഗ് ഇപ്രാവശ്യം വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒറ്റ കേടും കൂടാതിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ വെറുതെ ഓരോന്നിനെ ക്യാഷ് ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം കുഞ്ഞി കാര്യം ഇതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ കയറി ഒന്ന് പിടിച്ച് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇത് പെട്ടെന്ന് പോവില്ലേ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതൊക്കെ പെട്ടെന്ന് പോയില്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം സ്റ്റീലിമേ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ പെൺകുട്ടികൾക്ക് പൊതുവെ പിങ്ക് കളറിനോടും ആൺകുട്ടികൾക്ക് ബ്ലൂ കളറിനോടായിരിക്കും ഹരം. അപ്പോൾ ഈ പൗച്ചും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിങ്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. പീക്കൂനും കുഞ്ഞിക്കൊക്കെ വിശന്ന് തുടങ്ങി, ഏകദേശം ഉച്ചയായി കേട്ടോ, 1:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓറഞ്ചിലേക്കാണ് പോയത്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിവിടെ അച്ചപ്പം സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചു. അപ്പോൾ അത് പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ മാഷും റോസ്മോളും ആണ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, എല്ലാവരും നല്ല പരിചയമല്ലേ. കുഞ്ഞി പീക്കും മുകളിലെത്തിയിട്ട് അവർക്ക് കുഞ്ഞിയാണെങ്കിൽ നൂഡിൽസാണ് പീക്ക് വാങ്ങിച്ചത്. അത് ഞാൻ വിളമ്പി കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, തനിയെ തട്ടിയിടാനായിട്ടുള്ള പരിപാടിയാണ്. ഒരു പ്രകാരത്തിൽ കുറച്ച് പണിപ്പെട്ട് ഞങ്ങൾ തട്ടിയിട്ടു. കുഞ്ഞിക്ക് പിന്നെ എവിടെ ചെന്നാലും മസാല ദോശയാണ്, പീക്കൂനും നൂഡിൽസും. ഇതാണ് അവരുടെ ഫേവറേറ്റ് കേട്ടോ. എന്തായാലും അങ്കമാലിക്ക് ഇറങ്ങിയതാണല്ലോ, അവിടെ നിന്നാണ് സാധാരണ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജറൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരും. നമ്മുടെ ജിമ്മിൽ പറഞ്ഞൊരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു, അപ്പം എല്ലാവരും കൂടെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു, പോയി എല്ലാവരും കൂടെ അവിടെ പോയി കണ്ടിട്ട് വന്ന് റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് കേട്ടോ. ഇവർ ഒന്ന് കുറച്ച് കൊച്ചിവിടെ ഉള്ള പിള്ളേരുടെ ഉള്ള കാരണം മീനാമ്മയുടെ മോളും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ അവർ പോവുള്ളൂ. ബാക്കി എല്ലാവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് ഇതിലേക്ക് നേരത്തെ തന്നെ പോയി. അത് അമ്പി എന്നല്ലേ വിളിക്കോളൂ. അവിടെ ഒരു കുഞ്ഞുമാവയുണ്ട്. അത് കുഴപ്പമില്ല, ഒരു ദിവസം താമസിക്കാം. ഞാൻ വീട്ടില് ആരും താമസിക്കാൻ വരുന്നത് ഞാൻ പറയുന്നത്. അവിടെ ഒരു കുഞ്ഞുമാവയുണ്ട്. അതെ ഏറ്റവും ചെറിയ കുഞ്ഞാവിന് അങ്ങനെ കിട്ടുള്ളൂ. 92 എത്ര വയസ്സാണ്? 92 വയസ്സ്. അമ്മച്ചി നമ്മൾ കുഞ്ഞാവെ നോക്കണേക്കാളും കെയർ ചെയ്ത് നോക്കണം. ഈ പിടി ഒരുക്കി നല്ല ശീലമുണ്ടോ? അങ്ങനെ വൈകുന്നേരം ജസ്റ്റ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു പണി ഒപ്പിച്ച് തന്നിട്ടാണ് പോയത്. പിറ്റേ ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അമ്മു ചേച്ചി പോകുന്നതിന് മുന്നേ അവൾ പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നാളെ അങ്ങോട്ട് പോരേന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടാണ് അവർ പോയത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അതുകൊണ്ട് ബീനാമ്മയുടെ വീട്ടിൽ പോയതാണ്. അതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് ലക്ഷ്മിയുടെ മോള് അമ്മു, 2 അമ്മുമാരും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നു, വലിയ അമ്മും കുഞ്ഞമ്മും. ഇത് ബീനാമ്മയുടെ മദറിൻലോയാണ്. അമ്മൂമ്മനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പീക്കൂന്. തല നരച്ച് ആരെ കണ്ടാലും അവൾക്ക് ഭയങ്കര കെയറിങ് ആയിരിക്കും. അതിന് ചോട്ടിൽ പോയിരിക്കും, പിന്നെ അവിടെ നിന്ന് മാറേ ഇല്ല കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ബീനാമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. മോളും അമ്മുവും കൂടെ ചെങ്ങമനാടാണ് അവരുടെ വീട്. അമ്പലത്തിൻ്റെ അവിടെ വന്ന് ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കാതെ കുറേ നേരം അവരോട് വെയിറ്റ് ചെയ്യുന്നു. ഞാനാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ വീഡിയോയും ഇട്ട് അതെല്ലാം അപ്ഡേഷനും കഴിഞ്ഞിട്ടൊക്കെയാണ് ചെന്നത് കേട്ടോ. ഞാൻ നേരത്തെ ചെല്ലുമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. നല്ല ഇവർ ഫുൾ പ്യൂർ വെജിറ്റേറിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വക കറികളൊന്നും ഞാൻ ഇതിനു മുന്നേ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാക്ക് പീക്കെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചക്കത്തെ ചോറ് നല്ല കുശാലാക്കി. അമ്മു ലാസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഫ്രൈങ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മിയുടെ മോള് അമ്മു ആണ് ഇരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും എൻ്റെ പൈതങ്ങൾ. ഇപ്പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബീനാമ്മയുടെ മോള് അമ്മു. അന്ന് അവിടെ നമ്മൾ തലേദിവസം ഇതിനകത്ത് കാണിച്ചല്ലോ അവൾ തന്നെ. അപ്പോൾ എല്ലാവരും കൂടെ നിരത്തങ്ങോട്ട് നിരന്നിരുന്നോളാൻ പറഞ്ഞു. ഇവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നിരന്നിരുന്ന് ഓണസദ്യ കഴിക്കുന്ന പോലെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് അമ്മു ഞങ്ങൾക്ക് നല്ലൊരു കിഡിലൻ മാംഗോ ഷേക്കൊക്കെ അടിച്ച് തന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനും അല്ലറ ചില്ലറ പണികൾക്കൊക്കെ ആയിട്ട് ഇലക്ട്രീഷ്യൻ വന്ന് എൻ്റെ സഹോദരങ്ങളെ അവസാനം ഞങ്ങളിതെല്ലാം പൂട്ടിക്കെട്ടി വെക്കേണ്ടതായിട്ട് വന്നു. അവിടെ കുറേ ഗിനിപ്പിഗുകളുണ്ട് കേട്ടോ. ഒരാൾ പ്രസവിക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ പ്രസവിച്ചതിൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഇതിലൊക്കെ നടപ്പുണ്ട്. ഇല്ല
എനക്ക് വെച്ചേ ചാടി പോവോ? പിടിച്ച ഒന്നുമില്ല. നീ പതുക്കെ തടവി കൊടുക്കും. ഒരു പതുക്കെ നക്കുന്നുണ്ടല്ലേ? മാൻ പോലും ഇറക്കിയിട്ടുണ്ട്. മാനും പശു. എനിക്ക് താഴെ അങ്ങനെ വായിലിട്ട് കൊടുത്തത് കടിക്കൊന്നുമില്ല. അങ്ങനെ മാളൂനെ കൊണ്ടുപോയി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് മഴ കുറഞ്ഞ സമയത്ത് അവിടെ നിന്ന് ചാടി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.